ഈ കുട്ടി അവന്റെ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആരോ രണ്ടുപേർ വന്ന് ഒരു പേര് പറഞ്ഞു വിളിക്കുന്നു. ആ കുട്ടി തിരിഞ്ഞു നോക്കുന്നു. അടുത്ത നിമിഷം തന്നെ അവർ അവനെയും എടുത്തുകൊണ്ട് ഓടുന്നു. ഈ ശബ്ദം കേട്ട് അവന്റെ അമ്മ അവരെ ഫോളോ ചെയ്യുന്നു. ഒരു ഘട്ടത്തിൽ നാട്ടുകാരെല്ലാം ചേർന്ന് അവരെ പിടിക്കുന്നു. കറക്റ്റ് ആ ടൈമിൽ അവിടേക്ക് പോലീസും വരുന്നു. എന്നിട്ട് എല്ലാവരെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ പോയതിനു ശേഷമാണ് മനസ്സിലാവുന്നത് ആ കുട്ടി അവരുടെ രണ്ടുപേരുടെയും മകനാണ്. ആക്ച്വലി 2 വർഷങ്ങൾക്ക് മുൻപ് പുറത്ത് കളിക്കാൻ പോയ കുട്ടിയെ ആരോ തട്ടിക്കൊണ്ടുപോകുന്നു. എല്ലായിടത്തും അന്വേഷിക്കുമെങ്കിലും അവനെ കണ്ടെത്താനായില്ല. അപ്പോഴാണ് ഈ നാട്ടിലുണ്ടെന്ന് വിവരം കിട്ടിയത്. അതുകൊണ്ടാണ് മകനെയും എടുത്തുകൊണ്ട് ഓടിയത്. അതിനുശേഷം അമ്മയെന്ന് പറഞ്ഞ് ഓടി വന്ന ലേഡിയെ പോലീസ് ചോദ്യം ചെയ്യുന്നു. നോക്കുമ്പോൾ അവർക്ക് കുട്ടികളില്ലാത്തത് കൊണ്ട് ഹസ്ബൻഡാണ് അത് അനാഥ കുട്ടിയാണെന്ന് പറഞ്ഞ് ഇവളെ വളർത്താൻ ഏൽപ്പിച്ചത്. അടുത്ത 6 മാസത്തിൽ തന്നെ അവളുടെ ഹസ്ബൻഡും മരിക്കുന്നു. അവൾ ആ കുട്ടിയെ വളരെയധികം സ്നേഹത്തോടെയാണ് വളർത്തിയത്. ഇന്ന് പെട്ടെന്ന് അവളിൽ നിന്ന് അവനെ പിരിച്ചതും അവൾക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെയാവുന്നു. ആ കുട്ടിക്ക് അറിവില്ലാതിരുന്ന പ്രായത്തിൽ കൊണ്ടുവന്നത് കൊണ്ട് അവളെയാണ് അമ്മയെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഒറ്റ ദിവസത്തിൽ എല്ലാം മാറി മറിഞ്ഞതും അവനത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അത് മാത്രമല്ല മറ്റൊരു പെൺകുട്ടിയെയും കൊണ്ടുവന്ന് വളർത്തുന്നു. ആ കുട്ടി ആരുടേതാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്തത് കൊണ്ട് അനാഥാലയത്തിലേക്ക് അയക്കുന്നു. ഇവളെ ജയിലിലും അടയ്ക്കുന്നു. 6 മാസം കഴിഞ്ഞ് റിലീസായി വന്നവൾ അനാഥാലയത്തിലേക്ക് ആ പെൺകുട്ടിയെ അന്വേഷിച്ചു വരുന്നു. പക്ഷെ അവിടെയുള്ളവർ ആ കുട്ടിയെ കാണാൻ അവളെ അലോ ചെയ്യുന്നില്ല. ആ കുട്ടിയുടെ അച്ഛനെയും അമ്മയും കണ്ടുപിടിക്കാൻ കഴിയാത്തത് കൊണ്ട് ഇവൾ തന്നെ ആ കുട്ടിയെ ലീഗലി ദത്തെടുക്കാനായി കോടതിയിൽ പെർമിഷൻ ചോദിക്കുന്നു. പക്ഷെ ഹസ്ബൻഡ് ആൻഡ് വൈഫിന് മാത്രമേ ദത്തെടുക്കാൻ നിയമമുള്ളൂ എന്ന് കോടതിയിൽ പറയുന്നു. ഇവൾ തെറ്റായ രീതിയിലാണ് കുട്ടികളെ വളർത്തിയതെങ്കിലും സ്നേഹത്തോടെയാണ് വളർത്തിയത്. അവളുടെ കയ്യിൽ നിന്ന് തന്റെ മകനെ രക്ഷിച്ചു കൊണ്ടുപോയ ലേഡി അവളുടെ അമ്മ മനസ്സിനെ മനസ്സിലാക്കി അവൾക്ക് വേണ്ടി കോടതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു.